യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിലുള്ള വാർത്തകൾക്കിടയിൽ നിന്ന് ആശ്വാസത്തിൻ്റെയും അതേസമയം ആശങ്കയുടെയും വാർത്തകൾ ഇന്ന് ഈ ജൂൺ 20-നും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആശങ്ക എന്ന് പറയുന്നത് എല്ലാം ഒന്ന് ശരിയായിട്ട് വന്നു, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകളൊക്കെ പോകാൻ തുടങ്ങി. ഇന്ന് ഉച്ചവരെയും വാർത്ത വന്നത് അമേരിക്ക തന്നെ പറയുന്നു 55 കപ്പലുകൾ, അതും കൊമേഴ്ഷ്യൽ ഷിപ്പുകൾ സുരക്ഷിതമായിട്ട് എണ്ണയുമായിട്ട് പോയി. ഇങ്ങനെയുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഉച്ച തിരിഞ്ഞിട്ട് ഇറാൻ പറയുകയാണ് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിടാൻ തീരുമാനിച്ചു. ചെറിയ ആശങ്കയല്ല ആഗോള മാർക്കറ്റിലും ജീവിതത്തിലും ഈ ഒരൊറ്റ വാചകം ഉണ്ടാക്കുന്നത്. അതിൻ്റെ കാരണം ഇറാൻ പറയുന്നത് ഇന്നലെ ഒരു പുതിയ വെടിനിർത്തൽ കരാർ ലെബനോനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയതിനെ ധിക്കരിച്ചുകൊണ്ട് ഇസ്രയേൽ അധിനിവേശം തുടരുകയും ലെബനോനു മേൽ ആക്രമണം ശക്തമാക്കുകയും ഇന്നലെ രാത്രിക്ക് ശേഷം 16 പേർ ഹിസ്ബുള്ള വിഭാഗത്തിൽ നിന്ന് കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു വാഗ്ദത്ത ലംഘനം ഇസ്രയേൽ നടത്തിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിട്ട് ഞങ്ങൾ പഴയതുപോലെ ആകാൻ പോവുകയാണ് എന്ന ന്യായീകരണം പറയുകയാണ്. ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് 55 കപ്പൽ പോയ അതേ റൂട്ടാണ് അടഞ്ഞു കിടക്കുന്നത് എന്ന് ഓർമ്മ വേണം. ലോകം ഈ 100-115 ദിവസങ്ങൾക്കിപ്പുറം ഒന്ന് സമാധാനത്തിലേക്ക് മെനഞ്ഞാന്ന് മുതൽ പിച്ച് വയ്ക്കാൻ തുടങ്ങിയിട്ട് ആ ഒപ്പിട്ട് വെച്ച കടലാസിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെയും ഒരു ശുഭപ്രതീക്ഷ വന്നതാണ്. അതായത് ലെബനോനെ കൂടി ഉൾപ്പെടുത്തി വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു, രണ്ടു കൂട്ടരും സമ്മതിച്ചു. അങ്ങനെ സമാശ്വാസത്തിൻ്റെ തീരത്ത് ലോകം എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നിങ്ങനെ സംഭവവികാസം ഉണ്ടായിരിക്കുന്നത്. 16 പേർ കൊല്ലപ്പെടുന്നു, വീണ്ടും അടച്ചിടാൻ തീരുമാനിക്കുന്നു. ഇനി ഇതിൻ്റെ കൂട്ടത്തിലും ആശ്വാസത്തിൻ്റെ ഒരു കാര്യമുണ്ട്. നാളെ സ്വിറ്റ്സർലൻഡിൽ അമേരിക്കയുടെയും ഇറാൻ്റെയും പ്രതിനിധികൾ നേരിട്ടിരുന്ന് ചർച്ച ആരംഭിക്കുകയാണ്. അത് 19-ാം തീയതി ആരംഭിക്കാനിരുന്ന ചർച്ചയാണ്. അതിപ്പോൾ ഏതായാലും 20-ാം തീയതി തീരുമാനമായി 21-ാം തീയതി ആരംഭിക്കുമെന്ന്. ആരൊക്കെ പങ്കെടുക്കും? ഇറാൻ പങ്കെടുക്കുമോ അതോ ഇന്നിപ്പോൾ ഹോർമൂസ് അടച്ചിട്ടതിൻ്റെ പേരിൽ വീണ്ടും മാറുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ വാർത്തയായിട്ട് വരുന്നത് ഇറാൻ പറയുന്നു ഒരു ടീം മിനാബ് 168 എന്ന പേരിൽ എന്ന ഹാഷ്ടാഗോടുകൂടി ഒരു ടീം ഇറാനിൽ നിന്ന് പുറപ്പെടാൻ ഒരു പ്രത്യേക വിമാനത്തിൽ പുറപ്പെടാൻ തീരുമാനിച്ചു എന്നറിയിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റ് സ്പീക്കറുണ്ട്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുണ്ട്, ഇറാൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണറുണ്ട്, മറ്റ് ഉന്നത പ്രതിനിധികളുണ്ട്. ആ വിമാനത്തിൽ എല്ലാവരും ചേർന്ന് അമേരിക്കയുടെ പ്രതിനിധികളുമായി നേരിട്ടിരുന്ന് ഖത്തറിൻ്റെയും പാകിസ്ഥാൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടത്തും എന്ന കാര്യം ഇറാൻ സ്ഥിരീകരിച്ചതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ആശ്വാസകരമായ ഒരു കാര്യം. അല്ലെങ്കിൽ അതും കൂടി തെറ്റിപ്പോയെങ്കിൽ നേരത്തെ 19-ാം തീയതിക്ക് മുമ്പേ തന്നെ ഒപ്പിട്ട് വെച്ച ആ കരാറിന് യാതൊരു പ്രാധാന്യവും ഇല്ലാതായി മാറുമായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശങ്കയായി ഉരുണ്ടുകൂടി വന്നത്. ഇപ്പോൾ നാളത്തെ ചർച്ചകൾ ടെക്നിക്കൽ വിഭാഗമാണ് ചർച്ച നടത്തുന്നതെങ്കിലും ഒരു ശുഭകരമായ കാര്യം തീരുമാനമെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ സ്വിറ്റ്സർലൻഡും കഴിയുകയാണ്. കൂട്ടത്തിൽ ഇന്നലെയും ഞങ്ങൾ നല്ല ചില വർത്തമാനങ്ങൾ പറഞ്ഞു അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച്, JD വാൻസിനെ കുറിച്ച്. ഇന്ന് JD വാൻസ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് നാളത്തെ ചർച്ചയോടുകൂടി ലോകത്തുനിന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നാണ്. JD വാൻസിനെ വിശ്വസിക്കാമെങ്കിൽ നാളേക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കാൻ പറ്റുന്ന സമയമാണെന്ന് തിരിച്ചറിയണം. ഇതിനിടയിൽ നാട്ടിൽ നിന്നൊരു നല്ല വർത്തമാനം പ്രവാസികൾക്ക് വേണ്ടി വന്നതുകൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച സമയത്ത് ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് ഈ TR ആനുകൂല്യം വെച്ചുകൊണ്ടുള്ള ജംബോ ബോക്സ് കാർഗോ അയക്കാൻ വേണ്ടി അതിനു മുമ്പൊക്കെ അയച്ചവരും കൊണ്ട് കൊടുത്തവരും ഒക്കെ ഉണ്ട്. ഒരൊറ്റ കാർഗോ ഷിപ്പും അങ്ങനെ നാട്ടിലേക്ക് എത്തിയിരുന്നില്ല. എല്ലാവർക്കും അറിയാം, യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ പോകാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഗൾഫിൽ നിന്നുള്ള ഈ ജംബോ ബോക്സ് കാർഗോയും വഹിച്ചുകൊണ്ടുള്ള നമ്മുടെ വീടുകൾക്ക് വേണ്ടിയുള്ള സോഫയാവട്ടെ മറ്റ് അലമാരയാവട്ടെ ഇവിടെ നിന്ന് വളരെ കുറഞ്ഞ കാശിനൊക്കെ വാങ്ങുന്നവരോ ഉപയോഗിച്ചവരോ അതൊക്കെ നാട്ടിലേക്ക് അയച്ച് അവരുടെ വീടുകളിൽ മോടി പിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ശീലമുണ്ടല്ലോ. അത് ആദ്യത്തെ കപ്പൽ ഈ യുദ്ധത്തിൻ്റെ ഈ അസ്വസ്ഥതയുടെ കാലഘട്ടത്തിലും അതിൻ്റെ ആദ്യത്തെ കപ്പൽ സുരക്ഷിതമായി കൊച്ചിയിലെത്തി എന്നുള്ള വാർത്ത ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരുമൊക്കെ ഈ കൊച്ചിയിൽ ഈ ഒരു കപ്പൽ വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാനുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഓരോരുത്തർ കൊണ്ടുപോകാവുന്ന ഒരു സാഹചര്യത്തിലെത്തി എന്ന സന്തോഷ ആശ്വാസ വർത്തമാനം. അതിന്
ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇടപെട്ടത്, നേരായ മാർഗത്തിലൂടെ അപേക്ഷകൾ കൊടുത്തത്, ജനങ്ങളുടെ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തത്, ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കണം, പ്രവാസികളുടെ ആശങ്കകൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്, ഇവിടെ UAE-യിൽ നിന്ന് തന്നെ ലോറികളിൽ കയറ്റിയിട്ട് സൊഹാറിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഈ ഹോർമൂസിൻ്റെ ഒന്നും പ്രശ്നം കൂടാതെ പ്രത്യേക കപ്പലുകളിൽ കൊണ്ടുപോയത്, ശ്രമകരമായ ദൗത്യത്തിൽ വിജയിച്ചതിൻ്റെ സന്തോഷം ഞങ്ങളുടെ സഹകാരി കൂടിയായ 44 വർഷത്തെ പാരമ്പര്യമുള്ള അൽ-ഉസൂദ് കാർഗോ ഞങ്ങൾ അറിയിച്ചു. ഞങ്ങളുടെ ആദ്യത്തെ കപ്പൽ ഇതാ കൊച്ചിയിലെത്തി, അങ്ങനെ വിതരണം ആരംഭിച്ചു എന്നുള്ളത് ഇനി പുറപ്പെടാനിരിക്കുന്ന കപ്പലുകൾക്കും ഈ ഒരു മേഖലയ്ക്കും പുതിയൊരു ഉണർവും ആത്മവിശ്വാസവും നൽകിയിരിക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് വരട്ടെ, ഇനിയുള്ള കപ്പലുകളും പുറപ്പെടട്ടെ. കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും സാധനം ഗൾഫിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വീടുകളിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു, ആശംസിക്കുന്നു. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al-Usood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.